വ്രതത്തിന് ശേഷമാണ്. ഫസ്റ്റ് ടൈം പോകുമ്പോഴോ? അത് ശരി. ഫസ്റ്റ് ടൈം. ജഗൻ 50 വയസ്സിന് ശേഷമേ ലേഡീസിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പോകാം. മാളികപ്പുറമായിട്ട് പോവാം. മാളികപ്പുറം എന്നൊക്കെ എനിക്ക് മനസ്സിലായതെന്നാ സിനിമ വന്നില്ലേ, മാളികപ്പുറം. മാളികപ്പുറം എന്ന് പറയുന്നൊക്കെ അറിയുന്നത്. ഞാൻ 30 മേലെ പോയിട്ടുണ്ട്. അത് ശരി. ഓഹോ. അപ്പൊ ജഗൻ ചേട്ടൻ അപ്പൊ ജയിച്ചു. ജഗൻ ചേട്ടൻ പ്രായം കുറവാണ്. ലജീഷേട്ടനാണ് പ്രായമുള്ള ആള്. 30 മേലെ പോയിട്ടുണ്ടെന്ന് ഈ പറഞ്ഞു. കർണാടകയിൽ നിന്ന് നമ്മുടെ സീനിയോറിറ്റി ഉണ്ട്. ലജീഷേട്ടന് സീനിയോറിറ്റി ഉണ്ട്. അപ്പൊ അതെ. നമ്മളുടെ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത് നടന്നു പോകുന്ന ആളുകളുണ്ട്. അവര് നടന്ന് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അതുപോലെ നടന്നു പോകുന്ന ആൾക്കാര് പോണ കാണാം ആൾക്കാർ. അവരുടെ അടുത്ത് അപ്പൊ അവര് ചിലത് ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഒരു വാൻ ഇങ്ങനെ അവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരു വാനും ഉണ്ടാവും. അവരുടെ കഞ്ഞിക്കലവും ഇതൊക്കെ ഉണ്ട്. ഇടയ്ക്കിടക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ. തിരിച്ചു വരുമ്പോ അവരതിന് വണ്ടി വേണം. പക്ഷെ ഇവരിങ്ങനെ ഇടയ്ക്ക് നടക്കും, നിൽക്കും, പിന്നെ വണ്ടി കയറി കിടന്ന് ഉറങ്ങും, പിന്നെ നടക്കും. അങ്ങനെ ടെമ്പോ അല്ലെങ്കിൽ ജീപ്പ് അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ. പിന്നെ പണ്ട് എൻ്റെ ഓഫീസിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ അതിനായിട്ട് പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി കുറെ ഗ്രൂപ്പ് പോയി. ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി അവിടെ വരണമെങ്കിൽ അത് ആ ഒറ്റ പ്രാവശ്യത്തിന് ആ സൈക്കിൾ പറ്റത്തുള്ളൂ എന്ന്. എല്ലാ വർഷവും പോകുമ്പോ അങ്ങനെയാന്ന്, പുതിയ സൈക്കിൾ വാങ്ങിക്കുമെന്ന്. എന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പിള്ളേർ ഇവിടുന്ന് പോകും. അതൊക്കെ സമ്മതിക്കണമല്ലേ? അവര് ഇടയ്ക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി പോകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. ഭക്ത കുറെ മെസ്സേജസ് ഉണ്ട്. ഞാൻ 30 പോയിട്ടുണ്ട്. എന്തോന്നോ ഹിന്ദുന്നോ മുസൽമാനെന്നോ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഇരുമുടി ഉണ്ടെങ്കിൽ കയറാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അബിബ്രോ. ഭക്തി സാന്ദ്രമായിട്ട് അയ്യനെ കാണണമെന്നുണ്ടെങ്കിൽ ആർക്കും പോകാം. ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾ പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ലിജീഷ്, എനിക്ക് 32 കഴിഞ്ഞ് സജി. ജൂൺ 4 വരുമ്പോൾ 43 ആകും. ജൂൺ 4 അല്ലേ? എന്റെ മോന്റെ ജൂൺ 15. എന്റെ മോനും എന്റെ ബ്രദറും ജൂൺ 15-നാണ് ബർത്ത്ഡേ. ലിജീഷ് ജഗൻ അത് തന്നെന്ന് പറയുന്നുണ്ട്. ജഗൻ അഡ്വാൻസ് ബ്രോ എന്ന് വിഷ് ചെയ്യുന്നുണ്ട്. ഇനി എത്ര, ഒരു മാസം ഇല്ലേ? ഒരു മാസം ഇല്ല അല്ലേ? 3 ആഴ്ചയുണ്ടല്ലേ? അത് ശരി. അപ്പൊ നമ്മുടെ ലിജീഷേട്ടനും ജഗൻ ചേട്ടനും കൂടി വേണ്ടിട്ട് ഒരു പാട്ട് പാടാം. ഓക്കെ, തീർച്ചയായിട്ടും. ജഗൻ ബ്രോ ഇനിയും ഉണ്ട് ചങ്കേ സമയം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോ. ശരി, മെസ്സേജ് വന്നോ? ചേച്ചി കണ്ടില്ല? ഇപ്പൊ വന്നു. പാടി ചങ്കേന്ന് പറഞ്ഞ കുറെ സ്നേഹം തരുന്നുണ്ട്. പഠിക്കും. ഇത് ആരുടെയാണ്? ഗ്രീൻ സ്ക്രീനിന്റെ? അതെന്താ അങ്ങനെ വന്നിരിക്കുന്ന? ഇവിടെ എന്തിലോ ഞാൻ പ്രസ് ചെയ്തട്ടോ. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ എന്തോ വന്നറിയാതെ എവിടെയോ പ്രസ് ആയി. ഇപ്പൊ ഗ്രീൻ സ്ക്രീൻ വരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഇവിടെ ഗ്രീൻ സ്ക്രീൻ വരുന്നത്? സാധാരണ നമ്മള് ഷോർട്സിൽ ചെല്ലുമ്പോഴാണ് വരുന്നത്. ഇത് ഇനി എങ്ങനെയാ മാറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പഠിക്കോ. കണ്ടിട്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ. ആദ്യമായിട്ടാട്ടോ അതെനിക്ക് വരുന്നത്. എവിടെയോ കൈ ടച്ച് ആയതാ. പഠിക്കോ. ഞാൻ മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ട് ചേച്ചിയുടെ ലൈവില്. എന്നാലും പാടാം. ഇത് സാരമില്ല, പഠിക്കോ. എനിക്ക് പാടാൻ തോന്നി. പഠിക്കോ. എന്റെ കർട്ടൻ മാറി കിട്ടിയല്ലേ? കട്ടൻ പോയി ഗ്രീൻ കളറായി. ഇപ്പൊ സ്ഥിരം കണ്ട് അത് മടുത്തിരിക്കണം. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. യൂട്യൂബായിട്ട് അങ്ങനെ ഇറക്കിയതായിരിക്കും. ആയിരിക്കും. എന്താ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ എന്തോ വന്നപ്പോ ഞാൻ എന്തോ 3-4 സാധനം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ എന്താ ഗ്രീൻ സ്ക്രീൻ കാണിക്കുന്നത്? സാധാരണ ഷോർട്സിലാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്നും പറഞ്ഞ ഒരു ഇത് ചെയ്യുന്നത്. പഠിക്കോ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ക്ഷമ പോവും. പാടാം. അഗ്നിസാക്ഷിയായിലത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാക്കും നാലാളറിയെ കൈപ്പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ
കൈ